നമസ്കാരം. നിള 24 ലൈവിൽ ഇന്ന് നമ്മളോട് കൂടെയുള്ളത് രണ്ട് അപൂർവമായിട്ടുള്ള മിന്നും താരങ്ങളാണ്, ഫെല്ല ആൻഡ് ഫെബിന. ഒരേ വീട്ടിൽ നിന്നും ഒരേ കായികയിനത്തിൽ രണ്ട് ചാമ്പ്യന്മാർ വരിക എന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിലുള്ളൊരു ചാമ്പ്യൻഷിപ്പ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടിയെത്തുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷം ഉണ്ടായിരുന്നത്? വളരെ സന്തോഷം. ഇതിൽ ഫെല്ലയാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് എത്തിപ്പെട്ടത്. ഞാൻ അവിചാരിതമായി വന്ന ഒരാളാണ്. പക്ഷേ മെഡൽ കിട്ടിയപ്പോൾ, രണ്ടുപേർക്കും കിട്ടിയപ്പോൾ അത് കൂടുതൽ സന്തോഷം. ഫെല്ല എങ്ങനെയാണ് ഈ ഒരു പഞ്ചഗുസ്തി റെസ്ലിങ്ങിലേക്ക് എത്തിയത്? ഞാൻ എത്താൻ കാരണം, ഞാൻ ഒരു ദിവസം എൻ്റെ ഉപ്പ ഒരു ദിവസം ന്യൂസ് പേപ്പർ എന്തോ വായിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ജന്ന ഫാത്തിമ പറഞ്ഞൊരു കുട്ടിക്ക് ഇൻ്റർനാഷണലിൽ 5th പൊസിഷൻ കിട്ടി. അപ്പോൾ അത് കണ്ടപ്പം ഉപ്പ അത് വായിച്ചു നോക്കിയപ്പം ഞങ്ങൾ അടുത്തുള്ളൊരു ജിമ്മിലായിരുന്നു ഒരു ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഉപ്പ തപ്പാൻ വേണ്ടി പോയത് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ തപ്പിയപ്പം അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നെയും കൂടി ചേർത്തി. ആദ്യം ഉമ്മയാണോ അതോ മകളാണോ ഈ ഒരു കായിക ഇനത്തിലേക്ക് എത്തിയത്? അവളാണ്. ഫെല്ലയാണ്. നമ്മൾ ഈ പറഞ്ഞ ന്യൂസ് കണ്ട് അപ്പോൾ അവൾ ഇൻട്രസ്റ്റ് കാണിച്ചപ്പം, ഹസ്ബൻഡ് പൊതുവേ ഒരു കായിക പ്രേമിയാണ്, ആശ്രമ ഫാൻ എല്ലാം ആണ്. സ്കൂൾ കാലത്ത്, കോളേജ് തലങ്ങളിലൊക്കെ അത്ലറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. മൂപ്പർക്ക് അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി. മൂപ്പർ അന്വേഷിച്ചപ്പോൾ ഫിറ്റ് ഫാം എന്ന് പറഞ്ഞിട്ട് ചുങ്കത്തിനുള്ളൊരു ജിമ്മാണ്. അപ്പോൾ അവിടെ കോച്ച് ആസിഫ് എന്ന് പറഞ്ഞാൽ അവരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ കൊണ്ടുപോയി ഫെല്ലനെ മൂപ്പർ ചേർത്തി. അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ വെച്ചാൽ മൂപ്പർ കോഴിക്കോടാണ്, ഹസ്ബൻഡ് കോഴിക്കോടാണ്, ഞാനും മക്കളാണ് പെരിന്തൽമണ്ണ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പിന്നെ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത് എൻ്റെ ഡ്യൂട്ടി ആയിട്ട് മാറി. അപ്പോൾ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും ഇതുപോലെ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ നിന്നെ ഇങ്ങനെ കൊണ്ടുപോവുക, എനിക്കിതിലൂടെ മെച്ചമില്ല, ഞാനും കൂടി കയറിയാലോ, എനിക്ക് ബോറടി ഒഴിവാക്കാം എന്നൊരു തമാശ പറഞ്ഞതാണ്. അപ്പോൾ അവളത് സീരിയസ് ആയിട്ട് എടുത്ത് പിന്നെ കോച്ചിനോട് ഡിസ്കസ് ചെയ്ത് കോച്ച് എന്നെ വിളിപ്പിച്ചു. കോച്ച് ആസിഫ് എന്നെ വിളിപ്പിച്ചു. അങ്ങനെ പിന്നെ ആം സ്ട്രെങ്ത് ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ആം സ്ട്രെങ്ത് ഉണ്ട്, ഇതിൽ വന്നാൽ നന്നായിരിക്കും, ട്രൈ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഒരു തമാശയിലൂടെ ഒരു ചാമ്പ്യൻഷിപ്പാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മാനെ ഇതിലേക്ക്, പൊതുവെ നമ്മുടെ പാരൻസ് ഒരു വഴിയിലൂടെ പോകുമ്പോൾ ആ വഴിയിലൂടെ മക്കൾ സഞ്ചരിക്കുക എന്നൊരു ചരിത്രമാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. ഇതിപ്പോൾ മകളുടെ പുറകെയാണ് ഉമ്മ ഒരു ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. ഉമ്മയെ ഈ ഒരു തൻ്റെ അതേ മത്സര ഇനത്തിലേക്ക് ഉമ്മയും വരണം എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? എൻ്റെ ഉമ്മേൻ്റെ ഒപ്പം ഞാൻ അങ്ങനെ കൈ പിടിച്ച് നോക്കലുണ്ട്. അപ്പോൾ ഉമ്മ നേരക്കല്ലായിരിക്കും പിടിക്കേണ്ടത്, അതുകൊണ്ട് എനിക്ക് പൊട്ടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉമ്മ ഇങ്ങനെ ടെക്നിക്കും പിന്നെ നല്ല ആം സ്ട്രെങ്ത്തും ഉണ്ട്, അപ്പോൾ പഠിച്ചാൽ എങ്ങനെ ആവും വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉമ്മയെ തമാശ പറഞ്ഞപ്പോൾ നേരെ പോയി കോച്ചിനോട് ഇത് പറഞ്ഞു. അപ്പോൾ കോച്ച് ഉമ്മനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഉമ്മ വന്ന് നോക്കി. അപ്പോൾ കോച്ച് കൈയൊക്കെ പിടിച്ച് നോക്കി, എൻ്റെ പറഞ്ഞ നല്ല സ്ട്രെങ്ത് ഉണ്ട്. അങ്ങനെ ഉമ്മ ഇപ്പം എന്നെക്കാട്ടി ശക്തിയായി. ഇപ്പോൾ ഇയാള് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഉമ്മ ബൈ പ്രൊഫഷൻ എന്താണ്? ഞാൻ പെരിന്തൽമണ്ണ ME എഞ്ചിനീയറിംഗ് കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷത്തിൽ കൂടുതലായി, ഇത് 9ാമത്തെ വർഷമാണ് ഞാൻ. ഇപ്പോൾ എത്ര മത്സരങ്ങളാണ്, ഏതൊക്കെ മത്സരങ്ങളാണ് ഇപ്പോൾ കടന്നു കഴിഞ്ഞത്? ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് മത്സരം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നാഷണൽസും പങ്കെടുത്തു. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഈവൻ്റാണത്. ഈ വർഷം ആദ്യത്തെ വർഷമാണിത്. അപ്പോൾ അത് വളരെ സന്തോഷം. സ്റ്റേറ്റിൽ പോയപ്പോൾ അങ്ങനെ കിട്ടിയപ്പോഴാണ് ഒരു കോൺഫിഡൻസ് ആയത് നാഷണൽസിന് പോകാനുള്ളത്. അതുവരെ ഒരു പകുതി മൈൻഡിലായിരുന്നു, വേണോ വേണ്ടെന്നുള്ള. എൻ്റെ കേസിൽ, അവളുടെ കേസിൽ നമ്മൾ ആദ്യമേ സീരിയസ് ആയിരുന്നു. അപ്പം അങ്ങനെ പിന്നെ നാഷണൽസിന് പോയി. അപ്പോൾ അതിൽ രണ്ടുപേർക്കും കിട്ടിയപ്പോൾ സന്തോഷം. അപ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ഒരു എങ്ങനെയാണ് ഈ ഒരു കായിക ഇനത്തിൽ പഞ്ചഗുസ്തിയിൽ തന്നെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണോ, എന്താണ് ഒരു ഭാവിയിലേക്ക് എന്താണ് ചിന്തിക്കുന്നത്? ആം റെസ്ലിങ്ങും കൊണ്ടുപോകണം, പിന്നെ പഠിച്ചിട്ട് ഡോക്ടർ ആവാൻ ആഗ്രഹം. മോള് എന്താ പറയുക, ഈ ഒരു കായിക ഇനത്തിലൂടെ എങ്ങനെയാണ് ആള് ഇപ്പോൾ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ്, എന്താണ് ഒരു പാരന്റ് എന്നുള്ള ഒരു രീതിയിൽ? അതെ, കുട്ടികൾ ടൈം മാക്സിമം അവർ എൻഗേജ്ഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹം.
അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ അവളെ മിക്കവാറും ലോക്കാക്കാനുള്ള മൊത്തം അതിലുണ്ടാകും. ഇതിൻ്റെ ട്രെയിനിങ്ങും മറ്റേ സ്റ്റഡീസും കൂടെ പാരലലി കൊണ്ടുപോകണമെങ്കിൽ ഷീ വിൽ ബി ബിസി ഓൺ ദാറ്റ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നെക്സ്റ്റ് ഒരു മത്സരം എന്ന് പറയുന്നത് ഇനിയിപ്പം വേൾഡ് ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ ആണുള്ളത്, ചാമ്പ്യൻഷിപ്പാണുള്ളത്. അതിനി സെപ്റ്റംബറിലാണ് വരുന്നത് ജപ്പാനിൽ വെച്ചിട്ട്. അതിന് ഇനി ഒരു തുടങ്ങിയോ? അതിനി തിങ്കളാഴ്ച മുതൽ തുടങ്ങുക. അതിനിടയ്ക്ക് ബാംഗ്ലൂർ പോയി വന്നപ്പോൾ ചെറുതായി പനിയൊക്കെ പിടിച്ചു. പിന്നെ അതൊന്ന് റിക്കവറായി ഇപ്പം ഇനി മൺഡേ മുതൽ ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു 3 months നമ്മൾ ആ ഒരു ട്രെയിനിങ് എന്തായാലും എടുത്തിട്ട് വേണം അതിനോട്ട് അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എന്ന രീതിയിലും ഫാദർ എന്നുള്ള രീതിയിലും ഒരു ഡബിൾ വിന്നിങ് ടൈമാണ് ഇപ്പോൾ. അപ്പോൾ എന്താണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്? പ്രൗഡാണ് രണ്ടുപേരും, മോളാണെങ്കിലും വൈഫാണെങ്കിലും ഇങ്ങനെ ഒരു അച്ചീവ്മെൻ്റ് എത്തിയാൽ വളരെ സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ പോട്ടെ രണ്ടുപേരും. അങ്ങനെയാണ്. ഒരു ഇപ്പോൾ ഫുൾ ഫാമിലി കൂടെ ഉണ്ട്. അപ്പോൾ ഇത് തന്നെയാണോ സ്ട്രെങ്ത്? ഇത് തന്നെയാണ് തീർച്ചയായും. ആരായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട്? എൻ്റെ ഫാദറിനെ പറയാതെ ഇത് കംപ്ലീറ്റ് ആവില്ല. എൻ്റെ ഉമ്മയെ എപ്പോഴും പറയണം. കാരണം ഫാദർ KCBയിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. ഞങ്ങളോട് പറയും, നിങ്ങൾ എല്ലാവരും ഒരിക്കലും വെറുതെ ഇരിക്കരുത്, സ്വന്തം കാലിൽ നിങ്ങൾ നിൽക്കണം, സ്വന്തമായി ഏൺ ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എപ്പോഴും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയും. പിന്നെ ഉമ്മ ഫുൾ സപ്പോർട്ടാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഏത് കാര്യം, പഠിത്തത്തിൻ്റെ കാര്യത്തിനാവട്ടെ, എക്സാമിന് പോകുന്ന കാര്യത്തിനാവട്ടെ, മക്കളെ കാര്യങ്ങളാവട്ടെ, ഞങ്ങളുടെ ഉമ്മ പിറകെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് ആർക്കാണെങ്കിലും എന്തും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ രണ്ടാമത്തെ മകളുണ്ട്. ആളും കായികത്തില് സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അവള് ഹസ്ബൻഡിനെ പോലെ അത്ലറ്റിക്സിലോട്ടാണ് താല്പര്യം. മുമ്പത്തെ സ്കൂളിൽ ഇൻഡിവിജ്വൽ ചാമ്പ്യൻ ആയിരുന്നു അത്ലറ്റിക്സിൽ. ഇനി കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട്, നോക്കാം. അപ്പോൾ ഉമ്മാനോട് ചെറിയൊരു കാര്യം, ഇപ്പോൾ മകളും കൊച്ചുമകളും രണ്ടാളും മെഡലൊക്കെ നേടി ചാമ്പ്യന്മാരായിട്ട് എത്തിയിരിക്കുകയാണ്. എന്താ ഉമ്മാക്ക് പറയാനുള്ളത്? വളരെ സന്തോഷം. ഇങ്ങനെ ഒന്നും ആവുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിന്നെ പഠിച്ചവൻ്റെ ഓരോ കഴിവാണ് ഒക്കെ അള്ളാൻ്റെ ഇതിലൊക്കെ അനുഗ്രഹം. ഉമ്മയാണ് കട്ട സപ്പോർട്ട് പറഞ്ഞത്. അതൊക്കെ വാങ്ങണമെങ്കിലൊക്കെ പഠിച്ചവനല്ല നമുക്ക് എല്ലാ കാര്യത്തിനും മുന്നോട്ട് അതെല്ലാം വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി. അപ്പോൾ എന്തായാലും ഒരു വീട്ടിൽ നിന്നും ഒരേ കായിക ഇനത്തിൽ ഡബിൾ വിന്നിങ്, ഡബിൾ ഹാപ്പിനെസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉമ്മയ്ക്കാണെങ്കിലും മകൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.